ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അതിഭയങ്കര ചൂടിൽ നിന്ന് നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനെന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അവൽ മിൽക്ക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വെച്ചാൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അവല്, കപ്പലണ്ടി, ബൂസ്റ്റ്, പഞ്ചസാര, അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 3-4 പഴം കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പാലും പഞ്ചസാരയും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ഒന്നും ആയി പോകണ്ട കേട്ടോ, നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ദേ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ഗ്ലാസ്സിലേക്ക് നമ്മളൊരു പഴം കട്ട് ചെയ്തിടുന്നുണ്ട്. ഈ കട്ട് ചെയ്തിട്ട പഴം നമുക്ക് സ്പൂണ് വെച്ച് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ദേ ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതേ പഴം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അവലിട്ട് കൊടുക്കാം. അവൽ നമ്മുടെ ഇഷ്ടമാണ്. കട്ടിയുള്ള അവൽ വേണമെങ്കിൽ അതിടാം, അതല്ലാതെ സ്ലൈസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അവലുണ്ടല്ലോ അത് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഇതേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അവലാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ തന്നെ നമ്മൾ കപ്പലണ്ടി നന്നായിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പലണ്ടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് അവൽ കൂടി ഇട്ട് കൊടുക്കാം. അവലിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടണോ കുറയ്ക്കണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇത് ഒന്നാമത് സ്ലൈസ് ആയിട്ടുള്ള അവലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. അതിൻ്റെ മേളിലേക്ക് നമുക്ക് കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഈ ഫ്രിഡ്ജ് തുറന്നപ്പം അവിടെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ഒന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് കരുതി. അത് ഇത്തിരി അധികമായി പോയി എന്ന് തോന്നുന്നു. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അടിപൊളി സാധനമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കുടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയതല്ലേ, എങ്ങനെയാണെന്ന് കുടിച്ച് നോക്കണമല്ലോ. അപ്പോൾ ദേ ഇത് നന്നായിട്ട് താഴെ വരെ ഇളക്കി എടുത്തിട്ട് വേണം കുടിക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് കുടിച്ചു നോക്കട്ടെ. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. നല്ല ഉച്ച സമയത്തൊക്കെ ഇത് കുടിക്കാൻ കിട്ടിയാൽ അടിപൊളിയാണ്. പാലൊക്കെ നന്നായിട്ട് തണുത്തിരിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ ആ തണുപ്പ് നമുക്ക് ഉള്ളിലൂടെ ചെല്ലുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന സാധനം ആണ് എന്നുള്ളത് എനിക്കറിയാം, എങ്കിലും ഞാൻ ഉണ്ടാക്കിയത് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ എല്ലാവർക്കും കൊടുത്താലല്ലേ നമുക്കതിൻ്റെ ഒരു സന്തോഷം കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ നേരെ താഴോട്ട് വിട്ടു. താഴ്ന്ന് അച്ചുവിന് കൊടുത്തിട്ടുണ്ട്. അച്ചുവും ലച്ചുവും താഴെ ഉണ്ടായിരുന്നു, അവർക്ക് സ്കൂളിൽ പോകണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആദ്യം കൊടുത്ത് ടേസ്റ്റ് ചെയ്യിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായി പോയതുകൊണ്ട് സ്പൂണിട്ട് ഇളക്കാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ അവൾ കഴിച്ചു നോക്കി. എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറയുമെന്ന്, പക്ഷെ കൊള്ളാമെന്ന് പറഞ്ഞു, സൂപ്പറാന്ന് പറഞ്ഞു. രണ്ടുപേർക്കും ഇഷ്ടമായി. തണുപ്പായതുകൊണ്ട് അവൾക്ക് കൊടുക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു, അവൾക്ക് ചെറിയ പനിയുള്ളതുകൊണ്ട്. പക്ഷേ അവളും കുടിച്ചു. രണ്ടുപേരും സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയിപ്പിക്കൊന്നും അല്ല കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ നേരെ മേളിലോട്ട് വിട്ടപ്പോൾ അവിടെ തന്നെ ഒരു അംഗം തന്നെയായിരുന്നു. ശങ്കരിയും ദേവൂട്ടിയും കൂടി ഭയങ്കര അടിയായിരുന്നു. ശങ്കരിക്ക് അത് മൊത്തവും കൂടി ഇളക്കാൻ വേണം. ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് അത് തറയിൽ വീഴുമെന്ന് ഉറപ്പായിരുന്നു. കുപ്പി ഗ്ലാസ് ആയതുകൊണ്ട് അവളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ അടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവളെ ഒരു വിധത്തിൽ ഒതുക്കിയിട്ട് ദേവുട്ടിക്ക് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ കുടിച്ചു നോക്കുന്നുണ്ട്. 2-3 സ്പൂൺ കുടിച്ചു നോക്കിയിട്ടതിന് ശേഷമാണ് അവൾ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നേരെ ഞാൻ ദീപുവിൻ്റെ വീട്ടിലോട്ട് പോയി ദീപുവിനെ ഉറക്കത്തിൽ നിന്ന് കുത്തി പൊക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുടിച്ച് നോക്കിയിട്ട് മാത്രമേ പറയത്തുള്ളൂ, 3-4 സ്പൂൺ കുടിച്ച് നോക്കിയിട്ട് മാത്രമേ പറയത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് 3-4 സ്പൂൺ കുടിച്ച് നോക്കി. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണെന്ന് പറഞ്ഞു. കപ്പലണ്ടിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയി, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പൊതുവേ മധുരം അധികം ഇഷ്ടമല്ലാത്ത ആളായതുകൊണ്ട് തന്നെ വലിയ മധുരമൊന്നുമില്ല, കറക്റ്റാണെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ആദ്യം സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അവളെയും കൊണ്ട് നമ്മൾ അവൽ മിൽക്ക് കുടിപ്പിച്ച് നോക്കി. അതേ അവൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.